പൂർണ്ണശക്തനായി രാഹുൽ മാങ്കൂട്ടം രംഗത്തെത്തുകയാണ്. അതായത് 14-ാം തീയതി ഏപ്രിൽ 14-ാം തീയതി ഈ ക്രൂരമായ ബലാത്സംഗം ചെയ്ത ആളിന് ഇത്രയൊക്കെ സാധനങ്ങൾ അയച്ചു കൊടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അല്ല, കേരളത്തിലെ ജനങ്ങളാണ്, ഈ ജനങ്ങളെ വിഡ്ഢികളാക്കാം. 99% നിങ്ങൾ വിഡ്ഢികളാക്കൂ, പക്ഷെ 1% നിങ്ങളോട് തിരിച്ചു ചോദിക്കില്ലേ? ഇതൊക്കെ നിങ്ങൾ പറഞ്ഞതും കൂടി പുറത്തു വിടുകേ. മറ്റൊരു കാര്യം കൂടി കോടതി ചോദിച്ചിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞവർക്ക് വിവാഹ വാഗ്ദാനം എങ്ങനെ നൽകും എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായി കോടതി അത് കീറി പരിശോധിച്ചിട്ടുണ്ട്. ഇപ്പോഴും ആ കേസ് കോടതിയിൽ നടക്കുകയാണ്. കോടതി പറയട്ടെ അത്. അപ്പോൾ ഈ ജസ്ല മാടശ്ശേരിയോട്, റിനിയോടും ഷഹനാസിനോടും ഒക്കെയുള്ള ചോദ്യമാണ് ചില മാധ്യമ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപിക്കപ്പെടുന്ന കേസിൽ സത്യസന്ധമായിട്ടാണ് ഞാൻ പറയുന്നത്. ഈ നാട് കേൾക്കേണ്ട ചില സത്യങ്ങളുണ്ട്, ചോദിക്കേണ്ട ചോദ്യങ്ങളുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ കേസിൽ പറയൂ, യഥാർത്ഥ അതിജീവിത എവിടെ? രാഹുൽ മൂലം അപമാനിക്കപ്പെട്ട ഒരു സ്ത്രീ പോലും പൊതുസമൂഹത്തിന് മുന്നിൽ വന്നിട്ടുണ്ടോ? ഇവിടെയാണ് സംശയം. ഇതിൻ്റെ പേരിൽ ഇവിടെ വേഷം കെട്ടിയ ദ്രോഹം മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രതികാരം തീർക്കാനുള്ള ഗൂഢാലോചനയായി മാറുന്നു. ഭരണപക്ഷത്തുള്ളവർക്കെതിരെ പരാതി വന്നാൽ മൗനം, പ്രതിപക്ഷത്തുള്ളവർക്കെതിരെ പരാതി വന്നാൽ ഉടനടി അറസ്റ്റും ജയിൽവാസവും. ഇതാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾക്ക് പ്രത്യേക പരിരക്ഷ വേണം, അതിൽ സംശയമില്ല. പക്ഷേ അതിൻ്റെ പേരിൽ ഒരു പുരുഷന്റെ ജീവിതം തകർക്കാൻ ലൈസൻസ് കൊടുക്കാമോ? അതല്ലേ ഇപ്പോൾ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ വിവാഹം കഴിച്ച് ജീവിക്കാം എന്നൊക്കെ ആഗ്രഹിച്ചവർക്ക് രാഹുൽ മാങ്കൂട്ടം പിടികൊടുക്കാതെ, അതായത് രാഹുൽ മാങ്കൂട്ടം അവരെ പുച്ഛത്തോടെ തള്ളിക്കളഞ്ഞതിലെ പക തീർക്കാൻ കുറെ പേർ രംഗത്തെത്തി. പുരുഷന്മാർക്ക് മാത്രം ബാധകമാണോ? ഇനി ചോദ്യം ഒന്ന് മാത്രം, ഈ കേസ് നീതിക്കാണോ അല്ലെങ്കിൽ അജണ്ടക്കാണോ? ഏതായാലും കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ ഒരു സഹോദരി എണ്ണി ചോദിക്കുന്നു. പൂർണ്ണശക്തനായി രാഹുൽ മാങ്കൂട്ടം രംഗത്തെത്തുകയാണ്. അതായത് രാഹുൽ മാങ്കൂട്ടം ഒരു ഇന്റർവ്യൂ നടത്തിയതിനു ശേഷം രാഹുലിനെ കടന്നാക്രമിക്കാം എന്ന് കരുതിയിരുന്ന ചില ആളുകൾക്ക് 8ന്റെ പണി തന്നെ കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് രാഹുൽ വഴിയാണെങ്കിൽ അങ്ങനെ, അല്ല മറ്റു തരത്തിലാണെങ്കിൽ അങ്ങനെ. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ എല്ലാ തരത്തിലും വലിച്ചു കീറി ഒട്ടിക്കാം. ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് രാഷ്ട്രീയത്തിൽ ഒരു ഭാവി ഉണ്ടാകരുത്, രാഹുൽ മാങ്കൂട്ടം ജനങ്ങളുടെ മുന്നിലൊക്കെ ഇല്ലാണ്ടാകണം എന്ന തരത്തിൽ പ്രവർത്തിച്ച ചില ആളുകൾക്ക് നമുക്കിവിടെ അതിജീവിതമാരെ മാറ്റി നിർത്താം. കാരണം അത് കോടതിയിലിരിക്കുന്ന കേസാണ്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിൽ സംസാരിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് ആ കാര്യങ്ങളെക്കുറിച്ചൊന്നും നമ്മൾ മെൻഷൻ പോലും ചെയ്തു പോകാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം അതിജീവിതമാർ അവർ അനുഭവിച്ച വേദനകൾ, ദുഃഖങ്ങൾ അത് അവർക്ക് മാത്രമേ അറിയാവൂ. എന്തായാലും അത് കോടതിയിലിരിക്കുന്ന വിഷയം കോടതി നേരിടട്ടെ. പക്ഷേ അങ്ങനെ അല്ലാത്ത കുറച്ചുപേർ രംഗപ്രവേശനം ചെയ്ത് അവർക്കാണ് രാഹുൽ മാങ്കൂട്ടത്തെ തകർക്കണം, രാഹുൽ മാങ്കൂട്ടം ഇനി രാഷ്ട്രീയത്തിലേക്ക് വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ചിലരുണ്ട്. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ വിവാഹം കഴിച്ച് ജീവിക്കാം എന്നൊക്കെ ആഗ്രഹിച്ചവർക്ക് രാഹുൽ മാങ്കൂട്ടം പിടികൊടുക്കാതെ, അതായത് രാഹുൽ മാങ്കൂട്ടം അവരെ പുച്ഛത്തോടെ തള്ളിക്കളഞ്ഞതിലെ പക തീർക്കാൻ കുറെ പേർ രംഗത്തെത്തി. മറ്റു ചിലർ അവിടെ ഇവിടെയും തൊടാത്ത കുറെ ചാറ്റുകളുമായി രംഗത്തെത്തി. ഇതൊക്കെ ഇവർക്ക് തന്നെ തിരിഞ്ഞു കൊത്തുന്ന കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ രാഹുൽ മാങ്കൂട്ടം ഇന്റർവ്യൂ കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ പിന്നാലെ കുറെ ചാറ്റുകൾ, കുറെ എന്താ പറയുക, കേരളം ഞെട്ടുന്ന കുറെ കാര്യങ്ങളൊക്കെ രംഗത്ത് ഇട്ടുകൊണ്ട് പലരും രംഗത്തെത്തിയിരുന്നു. അതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കട്ടെ. എന്തായാലും രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം MA ഷഹനാസ് നടത്തിയ ഒരു പത്രസമ്മേളനം, മാധ്യമങ്ങളെല്ലാം വിളിച്ച് ഷഹനാസിന് പറയാനുള്ള കാര്യങ്ങൾ ധീര വനിതയെ പോലെയാണ് ഷഹനാസ് അവിടെ അവതരിപ്പിച്ചത്. അതായത് ഷഹനാസ് പറയുന്നുണ്ട്, ഇവൻ കാട്ടുകോഴിയാണ്, ഇവൻ സ്ത്രീകളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നവനാണ്, ഇവൻ ലൈംഗിക വൈകൃതമുള്ളവരാണ്, ഇതൊക്കെ എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അങ്ങനെയുള്ള ഇവനെ ഞാൻ വെല്ലുവിളിക്കുന്നു, ഇവൻ്റെ അടൂരിലെ വീട്ടിലോ അല്ലെങ്കിൽ എവിടെയാണെങ്കിലും ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇവന് മറുപടി ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് ഝാൻസി റാണിയെ പോലെയുള്ള ഷഹനാസിന്റെ വരവ് കണ്ട് കേരളത്തിലെ ആളുകളൊക്കെ ഇങ്ങനെ കോരിത്തരിച്ച് നിൽക്കുകയായിരുന്നു. പക്ഷെ ഏറ്റവും അവസാനം ഈ കലം കൊണ്ടിട്ടുടച്ചു എന്ന് പറയുന്നത് പോലെ അവസാനത്തെ കുറെ കാര്യങ്ങൾ പുറത്തു വരുന്നത്. അതായത് ക്യാമറ ചിലർ ഓഫാക്കിയില്ലായിരുന്നു. ഷഹനാസ് പറയുന്നു, നിങ്ങൾ വിളിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ വന്നത്, നിങ്ങൾ എന്നെ കുറെ പറയിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷഹനാസ് പറയുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. പിന്നെ മറ്റൊരു കാര്യം പറയുന്നത്, 2014 ഗുരുവായൂർ കോളേജിൽ ഒരു പെൺകുട്ടി പഠിച്ചിരുന്നു.
ആ പെൺകുട്ടി അവിടെ ആ കോളേജിൽ എല്ലാവരോടും പറഞ്ഞിരുന്നത് എനിക്ക് IAS കിട്ടി എന്നാണ് പറഞ്ഞത്. IASൽ ഉന്നത റാങ്ക് ഞാൻ കരസ്ഥമാക്കിയെന്ന്. അങ്ങനെ ഉന്നത റാങ്ക് കരസ്ഥമാക്കി 2014 ഉന്നത റാങ്ക് കരസ്ഥമാക്കി ഈ പെൺകുട്ടിക്ക് കോളേജ് പ്രിൻസിപ്പളും മാനേജ്മെന്റും അവിടുത്തെ കുട്ടികളും ടീച്ചർമാരും ഒക്കെ കൂടെ ചേർന്ന് ഈ പെൺകുട്ടിക്കൊരു എന്താ പറയുക ഒരു അനുമോദനം അല്ലെങ്കിൽ ഒരു സ്വീകരണം നൽകി. ഈ പെൺകുട്ടിയുടെ ഫ്ലക്സ് ബോർഡൊക്കെ കോളേജിൽ മുഴുവൻ വെച്ചിട്ട് ഈ പെൺകുട്ടിയെ അനുമോദിക്കുന്നു, വലിയ രീതിയിലുള്ള ഫങ്ഷൻസ് ഒക്കെ നടത്തുന്നു. അതിനുശേഷം ഈ കോളേജ് പ്രിൻസിപ്പൾക്ക് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളമാണ്. ഈ സ്ത്രീക്ക് അല്ലെങ്കിൽ ഈ പെൺകുട്ടിക്ക് 2014 ഈ പെൺകുട്ടിക്ക് IAS ഒന്നും കിട്ടിയിട്ടില്ല, ഈ പെൺകുട്ടി കള്ളം പറഞ്ഞതാണ്. പിന്നീട് ആ പെൺകുട്ടി ആ കോളേജിൽ പഠിക്കാൻ എത്തിയില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട അന്ന് ഈ കള്ളം പറഞ്ഞ് കോളേജിലെ പ്രിൻസിപ്പളെയും കുട്ടികളെയും തെറ്റിദ്ധരിപ്പിച്ച IPS ഉന്നത റാങ്ക് കിട്ടിയെന്നൊക്കെ പറഞ്ഞ് കള്ളം പറഞ്ഞ അത്ര പോലും വിവരമില്ലാത്ത അല്ലെങ്കിൽ അത്ര പോലും അപജ്ഞതയോടെ കള്ളം മാത്രം പറഞ്ഞ് ജീവിക്കുന്ന ആ പെൺകുട്ടിക്കെതിരെ ഇപ്പോൾ കുളത്തൂർ ജയ്സിംഗ് എന്ന് പറയുന്ന ഒരു അഭിഭാഷകൻ പരാതിയുമായി എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കാണ് അദ്ദേഹം പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതി എങ്ങോട്ടേക്ക് പോകും എന്ന് നമുക്കറിയില്ല. എന്തായാലും ആ പെൺകുട്ടിയും അല്ലെങ്കിൽ ആ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുമൊക്കെ ഇപ്പോൾ ആളുകൾ കുത്തിപ്പൊക്കി ഇറക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ ഷഹനാസ് നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പ് സമയത്ത് രാഹുൽ മാങ്കൂട്ടവുമായി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കുറെ നേതാക്കളും ഒപ്പം രാഹുൽ മാങ്കൂട്ടവുമായിരുന്ന ചായയൊക്കെ കുടിക്കുന്ന ഫോട്ടോസൊക്കെ ഇപ്പൊ പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് ഇത്രയും ലൈംഗിക വൈകൃതമുള്ള ഒരാൾ, സ്ത്രീകളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരാൾ, കാട്ടുകോഴിയായ ഒരാളോടൊപ്പം എങ്ങനെയാണ് MA ഷഹനാസ് ചായ കുടിക്കാൻ ഇരുന്നത് എന്നുള്ളതാണ്. ഷഹനാസിന്റെ ആ വലിയ മനസ്സ് കാണാതെ പോകരുത് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. പിന്നെ ഇതിൽ മറ്റു പലരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഷഹനാസ് കോൺഗ്രസിനെതിരെ തന്നെയാണ് തിരിഞ്ഞിരിക്കുന്നത്. ഒരു കോൺഗ്രസ് പ്രവർത്തക എന്ന രീതിയിലല്ല ഷഹനാസ് പ്രവർത്തിച്ചത്. ഷഹനാസ് കോൺഗ്രസിനെ തകർക്കാനുള്ള, അതായത് ആദ്യം ഇതിൽ തന്നെ കമ്മിക്കൂട്ടങ്ങൾ എന്ന് പറയുന്നു, പിന്നെ കൊങ്ങിക്കൂട്ടങ്ങൾ എന്ന് പറയുന്നു. അതായത് രാഹുൽ മാങ്കൂട്ടത്തെ വെള്ളപൂശാൻ ശ്രമിക്കുന്ന കുറെ ആളുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനെ തന്നെയാണ് ഷഹനാസ് ഇരുന്ന് വളരെ മോശമായി പറയുന്നതും തരം താഴ്ത്തുന്നതും ആ പ്രസ്ഥാനത്തെ തന്നെയാണ്. ഷഹനാസ് വിചാരിച്ചത് കോൺഗ്രസ്സുകാർ മുഴുവൻ ഒന്നടങ്കം ഷഹനാസിന്റെ കൂടെ നിൽക്കും, രാഹുൽ മാങ്കൂട്ടത്തെ തെറി വിളിക്കും, രാഹുൽ മാങ്കൂട്ടത്തെ അധിക്ഷേപിക്കും എന്നൊക്കെയാണ്. പക്ഷേ അവിടെ പണി പാളിപ്പോയി. കാരണം VD സതീശൻ അടക്കം പറഞ്ഞു രാഹുലിനെ അയോഗ്യനാക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ എല്ലാ MLA-മാരെ അയോഗ്യ, കാരണം എല്ലാവർക്കും കേസുണ്ടല്ലോ. അപ്പോൾ കുറ്റവാളി എന്ന് തെളിഞ്ഞാലല്ലേ അയോഗ്യനാക്കേണ്ട കാര്യം. അപ്പൊ ആന്റണി രാജുവിനെയൊക്കെ കുറ്റവാളി എന്ന് പറഞ്ഞതിന് ശേഷമാണ് അയോഗ്യനാക്കിയത്, കോടതി വിധിച്ചതിന് ശേഷം. കോടതിയിൽ ഇരിക്കുന്ന ഒരു കേസ്, അതിൽ കോടതി തന്നെ ജാമ്യ ഹർജിയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ കോടതി കുറ്റവാളി എന്ന് പറയാത്ത ഒരാളിനെ എങ്ങനെയാണ് കുറ്റക്കാരനാക്കുന്നത് എന്നുള്ള ചോദ്യം തിരിച്ചു ചോദിച്ചപ്പോൾ ഷഹനാസ് അടക്കമുള്ള ചില ആളുകൾ ആളിക്കത്തുന്നു എന്നാണ് കേൾക്കുന്നത്. ഇനി മറ്റൊന്ന്, റിനിയെ ഇപ്പോൾ നമ്മൾ കാണാനില്ല. അതായത് റിനി കണ്ടം വഴി ഓടി എന്നൊക്കെയാണ് കേൾക്കുന്നത്. റിനിയാണ് ആദ്യം 24 മണിക്കൂറിനകത്ത് രാഹുൽ മാങ്കൂട്ടം ഏതോ ഹോട്ടലിലേക്ക് വിളിച്ചു എന്ന് പറഞ്ഞ് ഹൂ കെയേഴ്സ് എന്ന് പറയുന്ന ഒരു നേതാവ് എന്നൊക്കെ പറഞ്ഞ് റിനിയാണ് ആദ്യം രംഗത്തെത്തുക. ആ റിനി രാഹുൽ വെല്ലുവിളിച്ചിട്ടും റിനി എന്താണ് വാ അടച്ച് മിണ്ടാതിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അറിയില്ല. റിനി ആ ചാറ്റ് മുഴുവൻ പുറത്തുവിടാൻ റിനിക്ക് ധൈര്യമുണ്ടോ എന്നാണ് കേരളത്തിലെ ജനങ്ങൾ റിനിയോട് വെല്ലുവിളിക്കുന്നത്. മാത്രമല്ല ഇവിടെ ഈ പാലക്കാട് ഒരു സർവേ നടത്തി. ആ സർവേയിൽ പുരുഷന്മാർ പറയുന്നത് രാഹുൽ മാങ്കൂട്ടം സ്വാഭാവികമാണ്. പക്ഷേ അമ്മമാരടക്കം സ്ത്രീകളുടെ റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ പറയുന്നത് രാഹുൽ മാങ്കൂട്ടം തന്നെ പാലക്കാട് വീണ്ടും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മത്സരിക്കണം എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ പ്രശ്നങ്ങളൊക്കെ നിൽക്കെ 2014 ഒരു ചാറ്റ് ജസ്ല മാടശ്ശേരി പുറത്തുവിട്ടു. ജസ്ല മാടശ്ശേരിയോട് എനിക്ക് വളരെയധികം ബഹുമാനമുണ്ട്. കാരണം അവർക്ക് ഒരാളെ എവിടെ നിർത്തണമെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു സ്ത്രീയാണ് അവർക്ക് ഏതൊക്കെ ബൗണ്ടറി വയ്ക്കണം എന്ന് കൃത്യമായി മനസ്സിലാക്കി സംസാരിച്ച ഒരു ലേഡി തന്നെയാണ് അവർ. അതിൽ ഒരു എന്താ പറയുക, ഒന്നും പറയാനില്ല. പക്ഷേ ജസ്ല മാടശ്ശേരിയോടൊരു ചോദ്യം, 2017 ചാറ്റ് നിങ്ങൾ പുറത്തു വിട്ടു, ഓക്കെ, അത് നല്ല കാര്യം. രാഹുൽ കോഴിയാണ് അല്ലെങ്കിൽ കുരുപ്പ് പിടിച്ച കോഴിയാണ്, അതും ശരിയാണ്. അതൊക്കെ നിങ്ങൾ പറയുന്നത് പോലെയാണ് മറ്റുള്ളവർ ഏറ്റു പറയണം എന്ന് നിങ്ങൾ അതൊക്കെ മറ്റുള്ളവർ ഏറ്റു പറയുന്നുണ്ട്, അത് ശരിയാണ് എന്ന തരത്തിൽ തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ നിങ്ങളോട് പറയുകയും ചെയ്തത്. അപ്പോഴും ഒരു ചോദ്യം, അപ്പൊ എന്തിനാണ് ജസ്ല മാടശ്ശേരി ജസ്ല തിരിച്ചയച്ച മെസ്സേജുകൾ, കാരണം ജസ്ല അതിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടെന്നുള്ളത് ആ മെസ്സേജിന്റെ കോൺവെർസേഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്.
ജസ്റ്റിൽ എന്തിനാണത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്, അല്ലെങ്കിൽ മാച്ച് കളഞ്ഞത് എന്തിനാണത്? അതും കൂടെ പുറത്തു വിടണം. അതല്ലേ ചങ്കൂറ്റം എന്ന് പറയുന്നത്. അല്ലാതെ ഈ ഫേസ്ബുക്കിൽ വന്ന് തെറി വിളിക്കുന്ന ആളുകൾക്ക് മറുപടിയും ഒക്കെ ഇതാ ധീരയായ ചാൻസി റാണി ജസ്ലാം മാടശ്ശേരി വരുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് രോമാഞ്ചമുള്ളൂ. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. പക്ഷേ ചോദിക്കുന്നത്, ജസ്ല പറഞ്ഞ കാര്യങ്ങൾ എന്താ പുറത്തു വിടാത്തത്? ഇപ്പോൾ അതിജീവിതമാർക്ക് പണി കൊടുക്കാൻ പുതിയൊരു അവതാരം എത്തിയിട്ടുണ്ട്. ഞാൻ ആരോടെങ്കിലും 1 രൂപ ചോദിച്ചിട്ടുണ്ടോ അതിന്റെ മെസ്സേജ് പുറത്തു വിടുമെന്ന് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞപ്പോൾ എന്താണ് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത് എന്ന് പോലും കേൾക്കാതെ അതിജീവിതമാരെ അപമാനിക്കുന്ന തരത്തിൽ ഒരു അയച്ചു കൊടുത്ത ക്രീമിന്റെ ഇതിന്റെയൊക്കെ സ്ക്രീൻഷോട്ട് ഒരു മാധ്യമ പ്രവർത്തകർ എടുത്ത് പുറത്തിട്ടതിന് ശേഷം അതിലെ ഡേറ്റ് മായ്ച്ചു. പക്ഷേ ഇത് സ്വീകരിച്ച ആളിന്റെ കയ്യിൽ ഈ കൃത്യമായ ഡേറ്റും കാര്യങ്ങളും ഉണ്ടാകുമെന്നുള്ളത് എവിടെയോ ആ ബുദ്ധി കൂടിയ മാധ്യമ പ്രവർത്തക മറന്നുപോയി. ഏപ്രിൽ 8-ാം തീയതി അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്ന് പറയുമ്പോൾ ഏപ്രിൽ 12-ാം തീയതിയോ 18-ാം തീയതിയോ ഏപ്രിൽ 14-ാം തീയതി ഏപ്രിൽ 14-ാം തീയതി ഈ ക്രൂരമായി ബലാത്സംഗം ചെയ്ത ആളിന് ഇത്രയൊക്കെ സാധനങ്ങൾ അയച്ചു കൊടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ, അല്ല, കേരളത്തിലെ ജനങ്ങളാണ്, ഈ ജനങ്ങളെ വിഡ്ഢികളാക്കാം. 99% നിങ്ങൾ വിഡ്ഢികളാക്കൂ. പക്ഷെ 1% നിങ്ങളോട് തിരിച്ചു ചോദിക്കില്ലേ? ഇതൊക്കെ നിങ്ങൾ പറഞ്ഞതും കൂടി പുറത്തു വിടുകേ. നമ്മൾ അതിജീവിതമാരെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. അവർ അനുഭവിച്ച വേദന, ബുദ്ധിമുട്ട്, പ്രയാസങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്. അവിടെ മറ്റൊരു കാര്യം കൂടി കോടതി ചോദിച്ചിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞവർക്ക് വിവാഹ വാഗ്ദാനം എങ്ങനെ നൽകും എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായി കോടതി അത് കീറി പരിശോധിച്ചിട്ടുണ്ട്. ഇപ്പോഴും ആ കേസ് കോടതിയിൽ നടക്കുകയാണ്. കോടതി പറയട്ടെ അത്. അപ്പോൾ ഈ ജസ്ലാം മാടശ്ശേരിയോടും റിനിയോടും ഷഹനാസിനോടും ഒക്കെയുള്ള ചോദ്യമാണ് ചില മാധ്യമ പ്രവർത്തകരോട്. കാരണം രാഹുൽ മാങ്കൂട്ടം തന്നെ പറയുന്നു അദ്ദേഹത്തെ തകർക്കാൻ ഒരു മാധ്യമ കൂട്ടം ഇവിടെയുണ്ട്. അതിൽ കുറെ പേരെ മനസ്സിലാക്കുന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹം പേര് പറയാതെ തന്നെ പലരെയും കുറിച്ച് പറഞ്ഞത്. കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്കും അല്ലാത്തവർക്കും ഒക്കെ അതൊരുവിധം മനസ്സിലായി എന്നുള്ളതാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം DGPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗൂഢാലോചന. ആ ഗൂഢാലോചന വകുപ്പ് കൃത്യമായി തെളിയിക്കപ്പെട്ടാൽ ഷഹനാസിന് കുരുക്ക് മുറുകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഷഹനാസ് എന്തിനാണ് ഇതൊക്കെ കളിച്ചത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായ വിവരം ശരിയായ രീതിയിൽ അന്വേഷിച്ചാൽ, ഒരു പുരുഷൻ ഒരു സ്ത്രീക്കെതിരെ പരാതി കൊടുക്കുമ്പോൾ ആ പരാതി എത്രത്തോളം കാര്യമായി പോലീസ് അന്വേഷിക്കും എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല. കാരണം സ്ത്രീയാണ് പരാതി കൊടുത്തിരുന്നെങ്കിൽ ഏതെങ്കിലും പുരുഷന് ഒരു പത്രസമ്മേളനം നടത്തി അവൾ കോഴിയാണ്, അവൾ ലൈംഗിക വൈകൃതത്തിന് അടിമയാണ്, അവൾ ആണുങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നവളാണ് എന്ന ഏതെങ്കിലും പുരുഷന് ഇതുപോലെ പത്രസമ്മേളനം നടത്തി പറയാൻ കഴിയുമോ? ആ ദിവസം ആ പുരുഷനെ ജാമ്യമില്ല വകുപ്പ് ചുമത്തി വേണമെങ്കിൽ അകത്തിടാൻ ഇവിടുത്തെ സ്ത്രീപക്ഷവാദികൾ, ഫെമിനിസ്റ്റുകൾ, ഇനി ലോകത്ത് ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്നറിയില്ല, എല്ലാം വേണമെങ്കിൽ സമരവും പ്രതിഷേധവും ഒക്കെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ നട റോഡിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇനി ഏതാണാണോ ആ ആണിന്റെ വീട്ടിലും ഒക്കെ ഇവിടെ ജാഥയും പ്രതിഷേധവും ഒക്കെ കുറെ യുവജന സംഘടനകളും ഒക്കെ ഇറങ്ങിയേനെ. ഇവിടെ ഒരു സ്ത്രീ വന്നിരുന്ന പരസ്യമായ ഒരു പുരുഷനെ അധിക്ഷേപിക്കുമ്പോൾ, അവനെ നാണം കെടുത്തുമ്പോൾ അതിൽ ചോദിക്കാനും പറയാനും ആരുമില്ല. ആ കേസിൽ DGPക്ക് പരാതി കൊടുക്കുമ്പോൾ DGP ആ പരാതി സ്വീകരിച്ചിട്ട് എന്ത് നടപടിയെടുക്കും? ഇതാണ് അറിയാനുള്ളത്. എന്തായാലും ഷഹനാസ് പത്രക്കാരെ വിളിച്ച് വീമ്പ് പറഞ്ഞതൊക്കെ ഷഹനാസ് അടക്കമുള്ളവർക്ക് തന്നെ പണി കിട്ടും എന്നുള്ളതാണ്. റിനിയെ ആരെങ്കിലും കണ്ടവരുണ്ടെങ്കിൽ റിനിയോടും കൂടി ഒന്ന് പറഞ്ഞേക്കണം. ആ കോൺവെർസേഷനൊക്കെ ഒന്ന് പുറത്തുവിട്ട് റിനിയും ഒരു യഥാർത്ഥ പെണ്ണായി പുറത്തു വരട്ടെ. ചാൻസി റാണിമാരുടെ ഒരു ഘോഷയാത്ര തന്നെ ഇവിടെ നടക്കട്ടെ. എന്തായാലും രാഹുൽ മാങ്കൂട്ടം ഇനി തിരിഞ്ഞും വിരിഞ്ഞു നോക്കാനില്ല. രാഹുൽ മാങ്കൂട്ടം ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ആ ഇറങ്ങി തിരിച്ചതിൽ ചില മുഖംമൂടികൾ അല്ലെങ്കിൽ ചിലരുടെ ഇരട്ട മുഖങ്ങളും ഇരട്ടത്താപ്പുകളും ഒക്കെ പുറത്തു വരുമെന്നുള്ള കാര്യത്തിൽ സംശയമേ വേണ്ട.